സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം 56-ാം ദിവസത്തിലേക്ക്, നിരാഹാര സമരം 17-ാം ദിവസത്തിലേക്കും കടന്നു. സമവായ നീക്കങ്ങളുടെ ഭാഗമായി ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, 56-ാം ദിവസത്തേക്ക് രാപ്പകൽ സമരം നീളുന്നു, അതോടൊപ്പം തന്നെ 17-ാം ദിവസത്തിലേക്ക് നിരാഹാര സമരം നീളുന്നു. അത്തരത്തിൽ സമരം തുടരുമ്പോൾ ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് തന്നെയാണ് സമരസമിതി ആവശ്യമുന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് സമരസമിതി മുന്നോട്ട് വെച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. വിവരങ്ങൾ. സെക്രട്ടേറിയറ്റ് മുന്നിലെ ആശമാരുടെ സമരം ഇപ്പോൾ 56 ദിവസം എത്തി നിൽക്കുകയാണ്. അതേസമയം തന്നെ നിരാഹാര സമരം 17 ദിവസം പിന്നിടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ ഒരു ഉറപ്പ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ആശമാർ പ്രതീക്ഷ കൈവിടാതെ പ്രതിഷേധിക്കുന്നു എന്ന് തന്നെയാണ്. ഏതായാലും കൂടുതൽ ആശമാർ ഇവിടേക്ക് എത്തുന്നുണ്ട്. നിരാഹാര സമരമെല്ലാം തുടരുന്നുണ്ട്. ഏതായാലും പ്രതിഷേധം ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ കാര്യങ്ങൾ, അതായത് ഇവരുടെ ആവശ്യങ്ങൾ പ്രധാനമായും ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം പെൻഷൻ ആനുകൂല്യം നൽകുക എന്നടക്കമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതിൽ ഒരു കൃത്യമായ ഒരു വ്യക്തമായ ഒരു ഉറപ്പോ തീരുമാനമോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുണ്ടാകുന്നതുവരെ പ്രതിഷേധം ശക്തമായി തുടരും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ആശമാരുടെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുകയാണ്. എവിടെ നിന്നാണ്? ഞങ്ങൾ വെള്ളത്തോൽ, അടിമാലി, വെള്ളത്തോൽ, ഇടുക്കി ജില്ലയിൽ നിന്ന്. അപ്പോൾ ആശമാരുടെ സമരത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിൽ പലരും വരാനായിട്ട് തയ്യാറായിട്ട് ഉള്ളവരുണ്ട്. പക്ഷെ അവരുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് മാത്രമാണ് അവരുടെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ഇന്ന് വന്നത്? ഞങ്ങൾ ഇന്ന് 14 പേരെ വന്നേക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായ കൂടുതൽ ആളുകൾ വരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. തുടർന്ന് ഈ സമരം നീണ്ടുപോവുകയാണ് എങ്കിൽ കൂടുതൽ ആളുകൾ വീണ്ടും ഇതിലേക്ക് പങ്കെടുക്കാനായിട്ട് എത്തും. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. സമരം തുടരാൻ തന്നെയാണ് സമരം ഇവരോട് ഞങ്ങൾ പിന്തുണച്ച് മുന്നോട്ട് തന്നെ പോകാനാണ്. സർക്കാർ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്നിടം വരെ ഞങ്ങൾ സമരത്തിന് മുന്നോട്ട് തന്നെ പോക്കൂ. ഏതായാലും സമരവുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ കൂടുതൽ ആശമാർ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇത് തന്നെ ഇടുക്കിയിൽ നിന്നൊക്കെയും കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. ഇനിയും സമരം തുടർന്ന് പോവുകയാണെങ്കിൽ കൂടുതൽ ആശമാർ രംഗത്തിറങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, ദിവസവേതനം 700 രൂപയായി വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ പെൻഷൻ ആനുകൂല്യം നൽകുക എന്നടക്കമുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇവരുടെ ആവശ്യം എന്താണോ അതിനെക്കുറിച്ച് ചർച്ചയിൽ പോലും ഉണ്ടാകുന്നില്ല. മന്ത്രിതല ചർച്ച വരുമ്പോൾ പോലും അതിൽ കൃത്യമായി അതിനുള്ള ഒരു മറുപടി ഉണ്ടാകുന്നില്ല. പകരം മറ്റ് മാർഗങ്ങൾ മാത്രമാണ് സർക്കാർ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ സർക്കാർ പറയുമ്പോഴും, എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ചർച്ചയിൽ പറയുമ്പോഴും ഇവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതായാലും അത് നേടിയെടുക്കുന്നത് വരെ പ്രതിഷേധം ശക്തമായി തുടരാൻ തന്നെയാണ് ആശമാർ തീരുമാനിച്ചിരിക്കുന്നത്. വിഷ്ണു, 3ാം ഘട്ട ചർച്ച നടത്തിയപ്പോഴും അത് പരാജയം എന്നതിലേക്ക് എത്തുന്നു. സർക്കാർ പറയുന്നത് ഈ ആശമാരുടെ കടും പിടുത്തം ഒഴിവാക്കണം, ഇവർക്ക് സർക്കാർ അനുവദിക്കുന്ന ചില മാനദണ്ഡങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവിറക്കുകയെല്ലാം ചെയ്തിരുന്നു. എന്നാൽ ആശമാർ ഇത്തരത്തിലുള്ള കടും പിടുത്തം ഒഴിവാക്കണമെന്ന നിലപാടിൽ തന്നെയാണ് ഈ സർക്കാരും ഇരിക്കുന്നത്, അല്ലേ? വാസ്തവത്തിൽ 3ാം ഘട്ട ചർച്ച നടക്കുമ്പോൾ പോലും ഒരു കൃത്യമായ ഒരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സമിതി രൂപീകരിച്ച് കാര്യങ്ങൾ പഠിക്കാമെന്നുള്ള തീരുമാനമാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ആശമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റേതെങ്കിലും ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായാൽ പോലും ഈ പ്രതിഷേധം ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ആരോഗ്യമന്ത്രി അടക്കം ഇനിയും ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ അതിലൊരു കൃത്യമായ ഒരു ഉറപ്പുണ്ടായിട്ടില്ല. ഏതായാലും ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട് തന്നെ ആകണം എന്നുള്ളത് വളരെ കൃത്യമാണ്. അത് നടപ്പിലാക്കുന്നത് വരെയാണ് പ്രതിഷേധം തുടരുന്നത്. ഏതായാലും അതോടൊപ്പം തന്നെ ഈ കാലാവസ്ഥ പ്രതികൂലമായി വന്നാൽ പോലും ഇവിടെ സമരം തുടരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ എല്ലാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഇവിടെ ഉണ്ടാകും. കൂടുതൽ പിന്തുണയുമായി ഇനിയും ആശമാർ ഇവിടേക്ക് എത്തും. പല ജില്ലകളിൽ നിന്ന് എത്തുന്നുണ്ട്. പലരും സാമ്പത്തികമായും ആരോഗ്യപരമായുമുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് എത്താതിരുന്നത്. എന്നാൽ ഇനിയും കൂടുതൽ ആളുകൾ എത്തുമെന്നുള്ളത് ഉറപ്പാണ്. അടുത്ത ഘട്ടത്തിലേക്ക്
ദിവസത്തേക്ക് സമരം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനം എന്തായാലും ഉടൻ ഉണ്ടാകും. ഇതിൽ ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട നടപടികൾ അത് ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് എന്നാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് വ്യക്തതയില്ലാത്തത്. എന്നാൽ അതേസമയം ഓണറേറി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ്. അത് നിർവഹിക്കണം എന്ന് തന്നെയാണ് ആശമാരുടെ ആവശ്യം. സ്ത്രീ സുരക്ഷയ്ക്ക് അതിപ്രാധാന്യം നൽകുന്ന സംസ്ഥാനമായിട്ട് പോലും 50 ദിവസം കഴിഞ്ഞു. ഇപ്പോഴും ആശമാർ അവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. കനത്ത വെയിലിനെയും മഴയെയും എല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ടുള്ള സമരം ആശമാർ അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.